വയനാട് ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത് 119 പേരെ. മുണ്ടക്കൈയിലും ചൂരൽമലയിലും തിരച്ചിൽ നടക്കുകയാണ്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കൂടി കണക്കിലെടുത്ത് പുനരധിവാസം നടപ്പാക്കണമെന്ന് ടി സിദ്ദിഖ് MLA ജനം ടിവിയോട് പ്രതികരിച്ചു. അതേസമയം ദുരന്ത ബാധിതർക്ക് വായ്പാ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന ബാങ്കേഴ്സ് സമിതി ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇനിയും കണ്ടെത്താനുള്ളത് 119 പേരെയാണ്. അതോടൊപ്പം തിരച്ചിൽ ഇനിയും വേണം എന്നാണ് ടി സിദ്ദിഖ് MLAയുടെ ആവശ്യം. പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമാണ്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ ഏറെ കാര്യക്ഷമമായി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം താൽക്കാലികമായ പുനരധിവാസത്തിന്റെ ഭാഗമായി ഇവർക്കെല്ലാവർക്കും വാടക വീടുകളിലോ അല്ലെങ്കിൽ താൽക്കാലികമായ സംവിധാനങ്ങളിലേക്ക് അവരെ ക്യാമ്പുകളിൽ നിന്ന് മാറ്റുക, അത് സ്കൂളുകൾക്കും അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് അടുത്തുള്ള വീടുകളിലേക്ക് മാറ്റുക. അതിനുള്ള ലക്ഷ്യം പഞ്ചായത്തുകൾ തമ്മിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ തന്നെ പരിശോധിച്ച് വീടുകൾ കണ്ടെത്തുകയും സർക്കാർ കെട്ടിടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്ന നീക്കമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വൈകാതെ തന്നെ നടപ്പാക്കണമെന്നൊരാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം ടി സിദ്ദിഖ് ആവശ്യപ്പെടുന്നത്, ഈ ക്യാമ്പുകളിൽ കഴിയുന്ന പലരും ഇത്തരത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ടവരാണ്. 119 പേരെ കണ്ടെത്താനുണ്ട് ഇനിയും എന്നതാണ് യാഥാർത്ഥ്യം. ഈ 119 പേരെ കണ്ടെത്താനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഏറെ ദുർഘടമായ ചില പ്രദേശങ്ങളുണ്ട്. സൂചിപ്പാറ മുതലുള്ള ചില മേഖലകളിലേക്ക്, ഏറെ ദുർഘടമായ ആ പ്രദേശങ്ങളിലേക്ക് ഇതുവരെ തെരച്ചിൽ കാര്യക്ഷമമായി എത്തിയിട്ടില്ല. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ച്, പ്രൊഫഷണൽ ഡൈവേഴ്സിനെ വരെ ഉപയോഗിച്ച് ആ പ്രദേശത്ത് അടിയന്തരമായി തെരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യമാണ് ടി സിദ്ദിഖ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഏത് തരത്തിലായിരിക്കും അത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാവുക എന്ന് 1-2 ദിവസങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു പ്രധാന വിഷയം, ഇന്ന് പല ബാങ്കുകളും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പോലും എത്തിയ സഹായധനത്തിൽ നിന്നും അവരുടെ EMI പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ തിരിച്ചടവ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരമൊരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ യോഗം നടക്കുന്നത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ യോഗത്തിൽ ഈ വായ്പ എടുത്ത ദുരന്ത ബാധിതർക്ക് ആ വായ്പയുടെ പലിശയും അതുപോലെ തന്നെ തിരിച്ചടവ് മൊറട്ടോറിയവും പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ ചർച്ചകൾ നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വായ്പ തിരിച്ചടവ് മൊറട്ടോറിയം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മാത്രമാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിക്ക് സാധ്യമാവുക. എന്നാൽ വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാരും അതുപോലെ ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അതായത് വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളാനുള്ള നടപടികൾ വേണമെന്ന ആവശ്യവും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നാളെ വീണ്ടും ഇത്തരത്തിലുള്ള തെരച്ചിലുകൾ, ജനകീയ തെരച്ചിലുകൾ, അതായത് ഈ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ മേഖലയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും ഈ ആവശ്യക്കാർക്കനുസരിച്ച്, അതായത് പരാതിപ്പെടുന്നവരോ തെരച്ചിൽ ആവശ്യപ്പെടുന്ന ബന്ധുക്കളുടെ റിക്വസ്റ്റ് അനുസരിച്ച് അതത് മേഖലകളിൽ നടത്തുന്ന പരിശോധന മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഐസൺ, അതോടൊപ്പം നമുക്കറിയാം പുനരധിവാസവും സാമ്പത്തിക ബാധ്യതയും തന്നെയാണ് വലിയ വെല്ലുവിളി അതിജീവിതരെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ ഇനിയും കണ്ടെത്താനുള്ളവരെ കണ്ടുപിടിക്കുന്നതിനായുള്ള, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെങ്കിലും തിരച്ചിലിൽ കിട്ടേണ്ടത് ആവശ്യമായി വരേണ്ട കാര്യങ്ങളുണ്ട്. കാരണം മരണപ്പെട്ടവരുടെ നിരക്ക് കൃത്യമായി അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഏതു രീതിയിലാണ് നടക്കുന്നത്? കാരണം അത്ര സജീവമല്ല തിരച്ചിൽ എന്നുള്ള ചില വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ. രോഹിണി, തീർച്ചയായും തെരച്ചിൽ സജീവമല്ല, അല്ലെങ്കിൽ തിരച്ചിൽ നിർത്തിവെച്ചു എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ചില സാങ്കേതികമായ സംവിധാനങ്ങൾ, താൽക്കാലികമായ സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി അവയവ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തിയ അവയവ ഭാഗങ്ങൾ ഒന്നൊന്നായി സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംസ്കരിച്ച അവയവ ഭാഗങ്ങളുടെ DNA പരിശോധന പൂർണ്ണമായും നടത്തിയതിനു ശേഷമാണ് ഈ സംസ്കാരം നടത്തിയിട്ടുള്ളത്. ആ അവയവത്തിന്റെ ഏകദേശം പ്രായവും ആ കണ്ടെത്തിയ അവയവത്തിന്റെ ശരീരത്തിന്റെ ഉടമയുടെ ഏകദേശം പ്രായവുമെല്ലാം തന്നെ കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രേഖകൾ സൂക്ഷിച്ച് ഈ ബന്ധുക്കളുടെ, അതായത് ദുരന്തത്തിൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കാതിരുന്നവരുടെയും അതുപോലെ തന്നെ മറ്റ് മൃതദേഹങ്ങൾ കണ്ടെത്തി തിരിച്ചറിയാതിരുന്നവരുടെയും എല്ലാം തന്നെ DNA-യുമായി ക്രോസ് മാച്ച് ചെയ്യുന്ന ഒരു ശാസ്ത്രീയ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആ DNA ഡാറ്റ കൃത്യമായി സൂക്ഷിക്കുകയും മൃതദേഹങ്ങളുടെ DNA ഡാറ്റ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുടെ DNA ഡാറ്റ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായും ഏത്
ബന്ധുവിൻ്റെതാണ്, ഏത് വ്യക്തിയുടേതാണ് ഈ ശരീരഭാഗമെന്നും ഏത് വ്യക്തിയുടേതാണ് തിരിച്ചറിയാത്ത മൃതദേഹമെന്നും കൃത്യമായി അറിയാൻ സാധിക്കും. സ്വാഭാവികമായും അത് സംസ്കരിച്ച ഇടങ്ങളിൽ അവർക്ക് അന്തിമകർമ്മങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ജീവനോടെ ആരും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും സ്ട്രാൻഡഡ് ആയ സ്ഥലങ്ങളിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകാം എന്നൊക്കെ ചില സൂചനകളല്ല അത്തരത്തിലുള്ള ചില ചർച്ചകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ ദുരന്ത ബാധിതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും അത്തരമൊരു പരിശോധനയാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നതിന്റെ ഭാഗമായാണ് ഈ സ്ഥിതി കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.